സമീപകാല തമിഴ് സിനിമയിൽ ഏറ്റവും ട്രെൻഡ് സൃഷ്ടിച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു രജനീകാന്ത് നായകനായ ജയിലർ. നെൽസൺ ദിലീപ് കുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിലെ മറ്റ് കാസ്റ്റിംഗും ശ്രദ്ധേയമായിരുന്നു. രജനീകാന്തിനൊപ്പം നിൽക്കുന്ന വില്ലൻ റോളിലൂടെ വിനായകൻ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിൽ മോഹൻലാൽ, ശിവരാജ് കുമാർ, ജാക്കി ഷ്രോഫ് തുടങ്ങിയവരുടെ അതിഥിവേഷങ്ങളും വലിയ കയ്യടി നേടി. ജയിലർ വിജയം നേടിയതിന് പിന്നാലെ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയതാണ് ആരാധകർ. ഇന്നിതാ ചിത്രത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. പതിവ് നെൽസൺ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് 4 മിനിറ്റ് നീളമുള്ള വീഡിയോയിലൂടെ സൺ പിക്ചേഴ്സ് പുറത്തുവിട്ടത്. അനിരുദ്ധും നെൽസണും രജനീകാന്തും പ്രൊമോ വീഡിയോയിലുണ്ട്. സൺ ടിവിയുടെ യൂട്യൂബ് ചാനലുകളിൽ ഓൺലൈൻ റിലീസിനൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിലും പ്രൊമോ എത്തിയിരുന്നു. രാജ്യത്തെ 15 നഗരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളാണ് പ്രൊമോയുടെ റിലീസ് ചെയ്തത്. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടുമായി 2 തിയേറ്ററുകളിലാണ് പ്രൊമോ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം ഏരിസ് പ്ലക്സ് ഓഡിയോണിലും പാലക്കാട് അരോമയിലും. അതേസമയം രണ്ടാം ഭാഗത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഉണ്ടാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ. ജയിലർ 2-ന് ഇടാൻ 2 പേരുകളാണ് നെൽസൺ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. രജനീകാന്തിൻ്റെ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെ കൂടുതൽ ആഴത്തിൽ സമീപിക്കുന്നതാവും രണ്ടാം ഭാഗമെന്നാണ് അറിയുന്നത്. ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 600 കോടിയോളം നേടി 2023 ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ചിത്രം. രജനീകാന്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പണമാരിപ്പടങ്ങളിൽ ഒന്നാണ് ജയിലർ. കൂലിയാണ് ഇപ്പോൾ രജനീകാന്ത് അഭിനയിക്കുന്ന ചിത്രം. അതും സൺ പിക്ചേഴ്സാണ് നിർമ്മിക്കുന്നത്. സംവിധാനം ലോകേഷ് കനകരാജ്.